ഭൂമി കുംഭകോണ കേസിൽ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ രാജി ആവശ്യപ്പെട്ട് പ്രതിഷേധം ശക്തമാകുന്നു. അഴിമതിയിൽ കോൺഗ്രസിനും വ്യക്തമായ പങ്കുണ്ടെന്ന ആക്ഷേപങ്ങൾ ബലപ്പെട്ട സാഹചര്യത്തിൽ പാർട്ടിയും പ്രതിരോധത്തിലായി. സിദ്ധരാമയ്യയെ അഴിമതി നിരോധന നിയമപ്രകാരം വിചാരണ ചെയ്യാൻ ഗവർണർ തവർചന്ദ് ഗെഹ്ലോട്ട് അനുമതി നൽകിയതോടെ AICC ആസ്ഥാനത്ത് തിരക്കിട്ട ചർച്ചകളാണ്. മൈസൂരു അർബൻ ഡെവലപ്മെന്റ് അതോറിറ്റി വഴി സിദ്ധരാമയ്യയുടെ ഭാര്യയായ BN പാർവതിക്ക് അനധികൃതമായി മൈസൂരുവിലെ കണ്ണായ ഭാഗത്ത് 3.17 ഏക്കർ ഭൂമി 14 പ്ലോട്ടുകളായി നൽകിയെന്നതാണ് കേസ്. ഇതുവഴി ഖജനാവിന് 45 കോടി രൂപയോളം നഷ്ടമായി എന്ന ഹർജിയിൽ വ്യക്തമായ തെളിവുകൾ കൂടി ലഭിച്ച സാഹചര്യത്തിലാണ് ഗവർണർ തവർചന്ദ് ഗെഹ്ലോട്ട് സിദ്ധരാമയ്യയെ അഴിമതി നിരോധന നിയമത്തിലെ സെക്ഷൻ 17, 218 എന്നീ വകുപ്പുകൾ പ്രകാരം വിചാരണ ചെയ്യാൻ അനുമതി നൽകിയത്. ആരോപണങ്ങൾക്ക് 7 ദിവസത്തിനകം മറുപടി നൽകണമെന്നും എന്തുകൊണ്ട് വിചാരണ ചെയ്യരുതെന്നും വ്യക്തമാക്കണമെന്നും കാണിച്ച് ഗവർണർ കഴിഞ്ഞ മാസം മുഖ്യമന്ത്രിക്ക് നോട്ടീസ് നൽകിയിരുന്നു. എന്നാൽ വിചാരണയ്ക്ക് അനുമതി നൽകരുതെന്ന് ഗവർണറോട് ആവശ്യപ്പെട്ട പ്രമേയം പാസാക്കിയ മന്ത്രിസഭ നോട്ടീസ് പിൻവലിക്കണമെന്നും ഭരണഘടനാ പദവി ദുരുപയോഗം ചെയ്യരുതെന്നുമാണ് മറുപടി നൽകിയത്. ഭൂമി കുംഭകോണത്തിൽ സിദ്ധരാമയ്യ, ഭാര്യ പാർവതി, മകൻ S. യതീന്ദ്ര, മൈസൂരു അർബൻ ഡെവലപ്മെന്റ് അതോറിറ്റിയിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ എന്നിവർക്ക് പങ്കുണ്ടെന്നാണ് ഉയരുന്ന ആക്ഷേപം. ഇതോടെ സിദ്ധരാമയ്യയുടെ രാജി ആവശ്യവും ശക്തമായി. गवर्नर ने स्टडी किया, सबसे बात किया, कानूनी तरीके से प्रोसिक्यूशन को आज परमिशन दिया है. सिद्धरामैया 2 केस में कल्प्रिट है, अपराधी है. एक वाल्मीकि डेवलपमेंट कॉरपोरेशन में खुद वो विधानसभा सेशन में मान लिया है ये करप्शन 187 करोड़ का नहीं है, ये केवल 89 करोड़ का है. लाइक 89 करोड़ का करप्शन हो गया, ऐसे खुद सिद्धरामैया ने मान लिया है. വാൽമീകി കോർപ്പറേഷൻ അഴിമതിയിൽ പ്രതിസന്ധിയിലായ കോൺഗ്രസിനും കർണാടക സർക്കാരിന്മേലേറ്റ ഇരട്ട പ്രഹരമാണ് മൈസൂർ ഭൂമി കുംഭകോണ കേസ്. ഇതോടെ രാഷ്ട്രീയ ആരോപണങ്ങൾ ഉപയോഗിച്ച് തൽക്കാലം മുഖം രക്ഷിക്കാനുള്ള നീക്കത്തിലാണ് കോൺഗ്രസ് ദേശീയ നേതൃത്വം. ജനം, ഡൽഹി.